ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൺഫില. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ എത്തി. അപ്പോൾ ഇത് ഈദിൻ്റെ 2 ദിവസം മുമ്പേ ആണ്. അപ്പോൾ എൻ്റെ ദുബൈയിലുള്ള എൻ്റെ ബ്രദർ വരുന്നുണ്ട്. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും 10-15 മിനിറ്റേ ഉള്ളൂ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ അവർ വരുന്ന ടൈമൊക്കെ നോക്കി ഗൂഗിളെല്ലാം നോക്കി അറൈവൽ ടൈമൊക്കെ അറിഞ്ഞ് അതിൻ്റെ 10 മിനിറ്റ് മുന്നേ നമ്മൾ എയർപോർട്ടിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി അങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? കമൻറ്റ് ചെയ്യട്ടോ. ഈ കണ്ണൂർ എയർപോർട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എയർപോർട്ടും കാര്യങ്ങളൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. ആ കാണുന്ന ബിൽഡിങ് ഫ്ലൈറ്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ബിൽഡിങ്ങാണ്. നമ്മുടെ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ. അതുപോലെ ഡിപ്പാച്ചർ പാർട്ട് മേലിലും അറൈവൽ പാർട്ട് താഴെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അറൈവൽ പാർട്ടായതുകൊണ്ട് താഴോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങൾ പ്രോപ്പർ അഞ്ചരക്കണ്ടി തന്നെയാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ് എയർപോർട്ടും പിന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജും എല്ലാം ഞങ്ങൾക്ക് അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ അഞ്ചരക്കണ്ടിയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ആരും മടി കാണിക്കാണ്ട് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. ഒന്നും മറക്കരുത്. ഫ്ലൈറ്റ് വന്ന പണ്ട് ഉപ്പാനിയെല്ലാം കൂട്ടാൻ വരുമ്പോൾ അതേ ഫീലിംഗ് ഇപ്പോഴും തന്നെയുണ്ട്. അയാളുണ്ട് നല്ലോണം ടാറ്റയൊക്കെ പറയുന്നത്. ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ചിഹ്നമാണെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ചിഹ്നല്ല കേട്ടോ, ആള് മാറിപ്പോയി. അയാൾക്കും മാറി. അതാണ് നമ്മൾ ചിരിക്കുന്നെല്ലാം കേൾക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിഞ്ഞ് പെട്ടി തുറന്നു. പെട്ടി തുറക്കത്തൊന്നും വീഡിയോ എടുത്തില്ല, അതിൽ ഗുൽമാലായിരുന്നു. അങ്ങനെ ഐഷുവിൻ്റെ ബാർബി ബോക്സ് ഉണ്ട്, നല്ലൊരു സൂട്ട് കേസ് പോലത്തെ. അത് തുറന്നു നോക്കുന്ന അതിൻ്റെ അൺബോക്സിങ് ആയി കാണുന്നത്. അതൊക്കെ ഫിറ്റാക്കലായിരുന്നു അടുത്ത പണി. അപ്പോൾ മറ്റേ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എടുത്തതൊന്നും ക്ലിക്കായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സെറ്റാക്കുന്ന എനിക്കൊരു ഫോൺ കവർ ഉണ്ടായിരുന്നു, പിങ്ക് കളറ്. ഐഷുവിൻ്റെ ബാർബി ബോക്സാണ് അത്. പിന്നെ അതിനെ ഫുൾ സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ നമുക്ക്. സ്പ്രേ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, ലിപ്സ്റ്റിക്ക്. എത്ര ലിപ്സ്റ്റിക്കാ? 1 2 3 4 5. ഇതെന്താ ഇത് ഓപ്പൺ ആക്കി? ക്യൂടെക്സ്. അങ്ങനെ പെട്ടി അൺബോക്സിംഗ് ഒന്നും അങ്ങനെ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പറയാം. ഇനി ഡീറ്റെയിൽഡായിട്ട് പെട്ടി ഓർക്കുന്നതെല്ലാം കാണാം. ഇതൊരു ചോക്ലേറ്റാണ്, കാൻഡിയാണ്. പിസ്സേൻ്റെ അത് ജെല്ലി പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ആയുഷിന് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം പറയും വേഗം ഒന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തുമ്മ, അങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ്. അന്നേരം ഓളെ ബാഗിൽ തന്നെ നടക്കാനേ ടൈമുണ്ടാവും. ഓളെ ഓരോ കുറേ കാര്യങ്ങളുണ്ടാവും ഓക്ക് പറയാനോ ആക്കാനോ എല്ലാം. അപ്പോൾ ബാഗിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ദേഷ്യം കുലുമാലും ഇതെല്ലാമായിരിക്കും. പിന്നെ അവളെ ബാഗിൽ എടുക്കുമ്പോൾ എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാനും കഴിയില്ല. അങ്ങനെയാണ് പല വീഡിയോ ഇല്ലാണ്ടായി പോകുന്നത്. ഇപ്പോൾ എന്നും കുറച്ച് ബാക്കോട്ടായി. യൂട്യൂബ് വീഡിയോസ് എല്ലാം എടുക്കണമെന്നെല്ലാം പറഞ്ഞെടുക്കുന്ന ഇപ്പോൾ ആവശ്യമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് ഇത് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായാൽ ഇവിടെ മേക്കപ്പെല്ലാം അവിടെ നിന്ന് ചെയ്യുന്ന വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്നുകൂടി ആരെങ്കിലും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇന്ന് ആർക്കെല്ലാം നോമ്പലുള്ളത് എല്ലാവരും ഒന്ന് പറയട്ടാ. ഇതുവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല അടിപൊളി കിടിലം മഴയായിരുന്നു. അവർ വരുന്നത് തന്നെ മഴ കാണണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ഇന്നലെയും മഴ ഉണ്ടായില്ല, ഇന്നും മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മഴയാകുമ്പോൾ മഴക്കാലത്ത് ഡ്രസ്സെല്ലാം ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പോൾ 2 ദിവസം നല്ല വെയിൽ കിട്ടി, അതുകൊണ്ട് ഡ്രസ്സെല്ലാം കുറേ ഉണക്കമെല്ലാം ചെയ്തു. അങ്ങനെ നമ്മൾ കണ്ണൂരുള്ള ഫാമിലിയിലാണ് പോകുന്നത്. ഒന്നും പറയണ്ട, ഇവിടെ ഫുൾ തിരക്ക്, റോഡും എല്ലാ ഷോറൂമും ഭയങ്കര എന്താ പറയണ്ടേ, അങ്ങനെ തിരക്കാണ്. ഇതിൻ്റെ ഡ്രസ്സ് എടുക്കലും എല്ലാം ആയിട്ട് അവിടെ നിന്നെല്ലാം മസ്കത്തിൽ നിന്നെല്ലാം ഇങ്ങനെ എന്താ പറയണ്ടേ, അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ തിരക്കി പോകുമ്പോൾ പെട്ടെന്ന് തലകറക്കം ഛർദ്ദിലെല്ലാം വരും. അങ്ങനെ ശരിയാവും. അത് കണ്ട് എന്താ പറയണ്ടേ, നാട്ടിൽ മൊത്തം തിരക്ക്, എല്ലാ മാളും ഷോറൂമും എല്ലാം. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് വേഗം തന്നെ ഡ്രസ്സൊക്കെ കിട്ടി. എന്താ പറയണ്ടേ, ഡ്രസ്സിങ് റൂമിൽ ഫുള്ള് തിരക്കായിരുന്നു. എങ്ങനെയെല്ലാം ഓടിപ്പിടിച്ച് ഡ്രസ്സെല്ലാം ശരിയാക്കി കറക്റ്റ് സൈസെല്ലാം കിട്ടി. അങ്ങനെ ഭയങ്കര ടയേർഡായി. ഞങ്ങൾ കസ്റ്റമർ ലോഞ്ചിൽ പോയി നല്ലൊരു അടിപൊളി ഫിൽറ്റർ കോഫി കുടിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ കുറേ ടൈമായതുകൊണ്ട് അവൾക്ക് വൈകുന്നേരം ആകുമ്പോൾ വിശപ്പുണ്ടാവും. അപ്പോൾ തുടങ്ങും അറിയാൻ എന്തിനും വേണ്ടാത്തതിനും വേണ്ടി എല്ലാ കരച്ചിലും കുരുമാലെല്ലാം ആയിരിക്കും. ആ കരച്ചിലൊക്കെയാണ് അവർ കേൾക്കുന്നത്. അങ്ങനെ പുറത്ത് പോയി പ്രിങ്കിൾസും ഇതെല്ലാം മേടിച്ച് കൊടുത്തത് അവൾ റെഡിയായി. അതുപോലെ ഫാൻസി ഷൂ എല്ലാം ഈ ഫാമിലി തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഫാൻസിയും ഷൂസും എല്ലാം അവിടെ നിന്ന് തന്നെ വേഗം സെറ്റായി. അങ്ങനെ വൈകുന്നേരം 5 മണിക്ക് അങ്ങനെയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ 10 മണി ഷോറൂം കൂട്ടിക്കഴിഞ്ഞിട്ടാന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു.
അങ്ങനെ നമ്മൾ ഡ്രസ്സും ഷൂസും എല്ലാം വാങ്ങി അങ്ങനെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ MVKയിൽ പോയി ഫുഡ് കഴിക്കാൻ കയറി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. ഈദിലെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.